ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എഫ് ടി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ട്രാവൽ വീഡിയോ അല്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് വ്ളോഗിൻ്റെ ഭാഗമായിട്ട് ക്യാമറ ഞാൻ യൂസ് ചെയ്തൊരു നിക്കോൺ 3200D ആയിരുന്നു. അപ്പോൾ ആ ഒരു ക്യാമറ എനിക്ക് ചെറിയ പോരായ്മകളൊക്കെ വന്നുകൊണ്ട് ഞാനൊരു പുതിയ ക്യാമറ വാങ്ങാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള ക്യാമറ എന്ന് പറഞ്ഞാൽ Canon 800D ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലൈവായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ ബാക്കിലെ സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടൊരു പ്രത്യേകത. അതുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് വാങ്ങാൻ കാരണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോക്കസിങ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് ഏത് ദിശയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫോക്കസിങ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ അതൊക്കെ എനിക്ക് മറ്റു ക്യാമറയിൽ പറ്റിയിരുന്നില്ല. അപ്പോൾ വ്ളോഗിങ് കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ് ഈ ഒരു ക്യാമറ. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ദുബായ് മേള ഗ്രാൻഡ് സ്റ്റോറിൽ നിന്നാണ് ഈ ക്യാമറ വാങ്ങിയത്. ഇതിൻ്റെ വില ഏകദേശം 2650 ദിറംസ്, ഇന്ത്യൻ റുപ്പി എന്ന് പറയുമ്പോൾ ഒരു 50,000 അടുത്ത് വർത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ പാക്കേജ് ഒന്ന് തുറന്നു നോക്കാം. പിന്നെ ഈ ഒരു ബാഗും പിന്നെ ഒരു ട്രൈപ്പോഡ് അവർ ഫ്രീ ആയിട്ട് തരിക ചെയ്തിട്ടുള്ളത്. ഇതാണ് ബാഗ്. ഇതിൻ്റെ ഏകദേശം 150 ദിറംസിനോടടുത്ത് വാല്യൂ വരുന്നുണ്ട്. 16 GB മെമ്മറി കാർഡ് ഉണ്ട് കൂടെ. പിന്നെ 1 വീക്ക് ക്യാമറ ക്ലാസ്സിനുള്ള ഒരു കൂപ്പൺ ഇതിനോടൊപ്പം അവർ തന്നിട്ടുണ്ട്. ചാർജ് ചെയ്യാനുള്ള കേബിള്, 1 ഇയർ വാറണ്ടി കാർഡ്. ഇത് യൂസർ മാനുവലാണ്. പിന്നെ ബാറ്ററി, ചാർജ് ചെയ്യാനുള്ള അഡാപ്റ്ററാണിത്. ഇതാണ് ക്യാമറയുടെ ലെൻസ്. ഇത് ബേസിക് ലെൻസാണിത്. 18-55 mm വരെയുള്ളൊരു ലെൻസാണിത്. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ക്യാമറ ബോക്സിലുള്ളത്. ഇതുണ്ടോ, ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരൊറ്റൊരു പ്രത്യേകതയാണ് ഞാൻ ഈ ക്യാമറയ്ക്ക് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസിൻ്റെ ഒരു ഫോക്കസിങ്. ഇതിപ്പോൾ എങ്ങനെ നമ്മളൊരു ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാലും അതൊരു കറക്റ്റ് നമ്മുടെ ഫേസ് അതിൽ ഫോക്കസ് ചെയ്തായിരിക്കും. പക്ഷേ ഇത് ഞാൻ മുന്നേ യൂസ് ചെയ്ത ക്യാമറയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോക്കസിങ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് വന്നിരുന്നത്. പക്ഷേ ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു കാര്യമാണ് ഞാൻ അതിൽ നോട്ടിഫൈ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.